ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കാസ്റ്റ് ഓൺ സ്റ്റിച്ച് എംബ്രോയ്ഡറി ഫ്ലവർ ബഞ്ചാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സാണ് ഈ കാണുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സാണ് ഈ കാണുന്നത്. അതുപോലെ ഞാൻ ഇതിൽ യൂസ് ചെയ്ത ഡിസൈൻ കൂടെ നിങ്ങളെ കാണിക്കാം. ഈ ഡിസൈൻ എല്ലാം നമ്മൾ വരച്ചെടുക്കുന്ന ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊക്കെ പോർഷനിൽ ലീഫ് ഫ്ലവേഴ്സൊക്കെ വേണം ആ ഒരു പ്ലാനിങ്ങിലാണ് പിക്ചർ വരച്ചെടുക്കുന്നത്. ഈ കാണുന്ന ക്രേപ്പ് സിൽക്കിൻ്റെ സാരിയിലാണ് ഞാൻ ഡിസൈൻ വരയ്ക്കുന്നത്. അപ്പോൾ ഡിസൈൻ വരയ്ക്കാനായിട്ട് അതിൻ്റെ പിക്ചർ താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സാരിയിലും നമുക്ക് പിക്ചർ താഴെ വെച്ചാൽ ലൈറ്റായിട്ട് കാണാനായിട്ട് സാധിക്കും, ഈ കാണുന്ന പോലെ. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ ഈസിയാണ്. ഇതേപോലെ ട്രേസിങ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നോർമൽ പെൻസിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന ചെറിയ ഡിസൈനാണ് കേട്ടോ ഞാൻ ഈ ബ്ലൗസിൻ്റെ സ്ലീവിൽ വരയ്ക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പെൻസിൽ യൂസ് ചെയ്തിട്ട് പിക്ചർ വരയ്ക്കാം. അതിനുശേഷം വരച്ച പിക്ചർ ഞാൻ കാണിക്കാം കേട്ടോ. ഇത് വരയ്ക്കാനായിട്ട് ഞാൻ നോർമൽ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. HB പെൻസിലൊന്നുമല്ല, സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ള പെൻസിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഡാർക്ക് കളറ് വേണമെന്ന്, അങ്ങനെ കുറച്ച് ഡാർക്ക് കളറാണ് സാരി എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വൈറ്റ് പെൻസിൽ യൂസ് ചെയ്ത് വരയ്ക്കാം കേട്ടോ. വരയ്ക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല നീറ്റായിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ലീഫിൻ്റെ ഷേപ്പും പിന്നെ ഫ്ലവറിന് വേണ്ടി സർക്കിളാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ആ സർക്കിളൊക്കെ കറക്റ്റ് ഷേപ്പിൽ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിക്ചർ നീങ്ങി പോവാതിരിക്കാനായിട്ട് ട്രേസിങ് പേപ്പറും പിക്ചറും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് നീഡിൽ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ വരച്ച് കഴിഞ്ഞു. അപ്പോൾ മാക്സിമം നീറ്റായിട്ട് വരയ്ക്കാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാലേ നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ എംബ്രോയ്ഡറി വർക്ക് കൂടി കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. ഈ കളർ ത്രെഡാണ് ഞാൻ ഈ സാരിയിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ക്രീം കളറ് ചിലപ്പോഴേ യൂസ് ചെയ്യുള്ളൂ, എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ചെറിയ ചെറിയ ബഡ്സിന് ലൈറ്റ് കളർ ലാവൻഡർ യൂസ് ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു പിങ്ക് ആൻഡ് റെഡൊക്കെ എപ്പോഴും നമ്മൾ സാരിയിൽ വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ളൊരു വാടാമല്ലി കളറ് പിന്നെ ഡാർക്ക് പിങ്ക് അങ്ങനെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ കളേഴ്സ് സെലക്ട് ചെയ്തത്. പിന്നെ സാരിയിൽ വെച്ച് നോക്കിയ സമയത്ത് എനിക്ക് കൂടുതൽ ഭംഗിയായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് വെറൈറ്റി ആയിട്ടിരിക്കട്ടെ എന്നോർത്ത് ഈ കളേഴ്സ് എടുത്തു. ഫ്രെയിം ഫിക്സ് ചെയ്തതിന് ശേഷം അത്യാവശ്യം എന്താ പറയുക, സോഫ്റ്റ് ആയിട്ടുള്ള സാരി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് വേണം ഇതിൽ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ത്രെഡ് എടുക്കുന്ന സമയത്ത് സൂക്ഷിച്ചെടുക്കുക, അല്ലെങ്കിൽ കെട്ട് വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിൽ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് നമുക്ക് ആ ബഡിൻ്റെ പോർഷൻ ചെയ്യാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്ലൈ സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ ബഡ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ലൈ സ്റ്റിച്ച് അല്ലെങ്കിൽ ഫെദർ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റെമ്മൊക്കെ ചെയ്യുവാണെങ്കിൽ കാണാൻ ഭംഗിയായിരിക്കും. സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്താൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതേപോലത്തെ സ്റ്റിച്ചൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ലതായിരിക്കും, പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാൻ, ഒരു ഏരിയ തന്നെ പെട്ടെന്ന് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ചെയ്യാനായിട്ട് ഞാൻ ഗ്രീൻ കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. 6 സ്ട്രാൻഡ്സ് ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. സാരി ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. അപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ പിടിക്കുന്നതും കുറച്ച് സോഫ്റ്റായിട്ട് വേണം. വലിക്കുമ്പോൾ, അതായത് ഈ നീഡിൽ വലിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് സോഫ്റ്റായിട്ട് വേണം ഇത് വലിച്ചെടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള സാരീസ് വർക്ക് ചെയ്യുമ്പോൾ ചുളുക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട് ഫ്രെയിം മാറ്റി കഴിയുന്ന സമയത്ത്. അപ്പോൾ അത് നമ്മൾ കെയർഫുള്ളായിട്ട് ആദ്യമേ തന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൻ്റെ ഈ ഒരു സ്റ്റെമ്മിൻ്റെ പോർഷൻ ചെയ്യാനായിട്ട് ആ സ്റ്റെം സ്റ്റിച്ചാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ 6 സ്ട്രാൻഡ്സ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ത്രെഡ് 4 സ്ട്രാൻഡ്സ് എടുത്താലും മതി കേട്ടോ. 6 സ്ട്രാൻഡ്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 സ്ട്രാൻഡ്സ് എടുത്തിട്ട് നീഡിൽ ഇൻസേർട്ട് ചെയ്തു. എന്നിട്ടത് മടക്കി ടൈ ചെയ്ത് ആണ് 6 എടുത്തിരിക്കുന്നത്. അതേപോലെ 2 സ്ട്രാൻഡ്സ് ത്രെഡ് എടുത്തിട്ട് നീഡിൽ ഇൻസേർട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുത്താൽ 4 സ്ട്രാൻഡ്സ് കിട്ടും. അപ്പോൾ കുറച്ചുകൂടി ഒരു തിക്നെസ് കുറവായിരിക്കും. അത് അങ്ങനെ ചെയ്താലും കാണാനായിട്ട് ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്ക് 6 അല്ലെങ്കിൽ 4 സ്ട്രാൻഡ്സ് ത്രെഡ് എടുക്കാം. ഇനി നമുക്ക് ലീഫ് ചെയ്യാം. ലീഫ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഫ്ലൈ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫ്ലൈ സ്റ്റിച്ചിൻ്റെ ലീഫിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഫാസ്റ്റായിട്ട് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു 4-5 സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഒരു ലീഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും.
ലീഫ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കെയർഫുള്ളായിട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ 6 strands ത്രെഡ് എടുത്തിരിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും 1-2 ത്രെഡ് ഇങ്ങനെ പൊങ്ങി വരുവാണെങ്കിൽ അതിൻ്റെ ഭംഗി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ത്രെഡെല്ലാം ഈക്വൽ ഡിസ്റ്റൻസിലാണോ ഇരിക്കുന്നതെന്നൊക്കെ ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ ഒത്തിരി ലെങ്ത്തിൽ ത്രെഡ് എടുക്കാതെ നമുക്ക് ആവശ്യമായ ലെങ്ത്തിൽ നമുക്ക് അത്യാവശ്യം വലിച്ചെടുക്കാൻ പറ്റിയ ലെങ്ത്തിൽ മാത്രം ത്രെഡ് എടുക്കുക. എന്നാലേ നമുക്ക് കെട്ടൊന്നും കൂടാതെ ഈ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാ ഇവിടെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സും ബഡ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലവർ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കാം കേട്ടോ. ഫ്ലവർ ചെയ്യാനായിട്ട് കാസ്റ്റോൺ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. കാസ്റ്റോൺ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ 6 strands ത്രെഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് തിക്നെസ് ഉള്ള നീഡിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം ഞാൻ ഒരു നീഡിൽ കൂടി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലവർ പെറ്റലിന് കുറച്ച് വീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ 2 നീഡിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു നീഡിൽ ത്രെഡ് കോർത്തിട്ടുണ്ട്. നെക്സ്റ്റ് നീഡിൽ നമ്മൾ കൂടെ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ വീവിങ് പോലെ ചെയ്ത് കൊടുക്കുന്നതാണ്. ഞാനൊരു 8 times ആണ് കേട്ടോ ഇതിൻ്റെ മിഡിലിൽ വരുന്ന പോർഷൻ ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ 8 times ആണ് നമ്മൾ ഇതേപോലെ വീവ് ചെയ്തെടുക്കുന്നത്. ദെൻ ഫസ്റ്റ് പെറ്റൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പെറ്റൽ ചെയ്യാം. ഈ മിഡിലിൽ വരുന്ന പെറ്റൽസ് എല്ലാം ചെയ്യുന്ന സമയത്ത് ഒരു 8 times നമ്മൾ ഇതേപോലെ ടേൺ ചെയ്തെടുത്താൽ മതിയാവും. കണ്ടോ, ആ പെറ്റലിനൊരു ഹൈറ്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 നീഡിൽ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഒരു നീഡിൽ എടുക്കുവാണെങ്കിൽ ഇത്രയും വീതി കിട്ടില്ല, നമുക്ക് ആ ഒരു തിക്നെസ് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ 2 നീഡിൽസ് നമ്മൾ എടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ കാസ്റ്റോൺ സ്റ്റിച്ചിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നല്ല 3D എഫക്റ്റ് കിട്ടും. കണ്ടോ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്ലവറിൻ്റെ മിഡിൽ പോർഷൻ ചെയ്യുമ്പോൾ 8 times ടേൺ ചെയ്തെടുക്കുക. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഫ്ലവറിൻ്റെ പെറ്റൽസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇവിടെ ഞാൻ ഡാർക്ക് കളറ് മിഡിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചുറ്റും വരുന്ന പോർഷനിൽ ലൈറ്റ് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് കളർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 10 times ടേൺ ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ 12 times. അതായത് മിഡിലിലെ പെറ്റലിനേക്കാളും കുറച്ചുകൂടി പെറ്റലിന് ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 12 അല്ലെങ്കിൽ 10 times ഇതേപോലെ ടേൺ ചെയ്തെടുക്കുന്നത്. വീഡിയോ നിങ്ങൾ കെയർഫുള്ളായിട്ട് കാണുക, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതുപോലെ ഈ പെറ്റൽസിൽ നമ്മൾ കൈ പിടിച്ചിട്ട് വേണം പതുക്കെ വലിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇത് ഒരു വീവിങ് പോലത്തെ പെറ്റൽ ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവുന്നവരെ കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഫസ്റ്റ് 2 പെറ്റൽസ് ചെയ്യുന്നത് ഞാൻ അത്യാവശ്യം സ്ലോവിൽ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പെറ്റൽ ചെയ്യുന്നത് ഞാൻ കുറച്ചുകൂടി സ്പീഡാക്കി കാണിക്കുവാണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കുറേ ലെങ്തി ആയിട്ട് പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി സ്പീഡിൽ കാണിക്കുന്നത്. കണ്ടോ, ഈ ഡാർക്ക് കളറ് വരുന്നത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ 3 പെറ്റൽസ് അല്ലെങ്കിൽ ഒരു 4 പെറ്റൽസ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് കളറ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എപ്പോഴും നമ്മൾ ഇതേപോലത്തെ ഫ്ലവേഴ്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മിഡിൽ പോർഷൻ വരുമ്പോൾ ഡാർക്ക് കളറ് വരുന്നതായിരിക്കും ഭംഗി. നമുക്ക് വേണമെങ്കിൽ ഓപ്പോസിറ്റ് കോമ്പിനേഷനിലും ചെയ്യാം, അതായത് മിഡിലിൽ ലൈറ്റ് കളർ ഉണ്ട്, പുറത്ത് ഡാർക്ക്. പക്ഷേ എനിക്ക് ഇപ്പോൾ ചെയ്ത് വന്നപ്പോൾ കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയത് മിഡിൽ പോർഷനിൽ ഡാർക്ക് കളറും സൈഡിൽ കുറച്ചുകൂടി ഇതിൻ്റെ തന്നെ ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യുന്നതാണ് ഭംഗിയായിട്ട് തോന്നിയത്. അപ്പോൾ നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഈ ഡാർക്ക് കളറ് ഫിനിഷ് ചെയ്തതിന് ശേഷം ലൈറ്റ് കളർ കൂടി എങ്ങനെയുണ്ടെന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതേപോലത്തെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ത്രെഡ് ആവശ്യം വരും. അപ്പം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു 2-3 നീഡിലിൽ ത്രെഡ് ഇൻസേർട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം കേട്ടോ. ഇതാ നെക്സ്റ്റ് ഞാൻ ലൈറ്റ് കളറ് ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ടർ പോർഷൻ പെറ്റൽസ് കൂടി കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മിഡിലിലെ പെറ്റൽ ചെയ്യാൻ യൂസ് ചെയ്തതിനേക്കാളും കൂടുതൽ ടൈംസ് ടേൺ ചെയ്തെടുക്കുക. എന്നാലാണ് പെറ്റൽസ് കുറച്ചുകൂടി വലിപ്പം തോന്നുള്ളൂ. അങ്ങനെ വരുമ്പോഴായിരിക്കും ഫ്ലവർ കാണാനായിട്ട് കൂടുതൽ ഭംഗി വരുന്നത് കേട്ടോ. അപ്പോൾ ഈ പെറ്റൽ ചെയ്യാനായിട്ട് ഞാൻ 2 നീഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെറ്റൽസ് ഇതേപോലെ കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരുന്ന വിധത്തിൽ കെയർഫുള്ളായിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതേപോലത്തെ ഫ്ലവേഴ്സ് ചെയ്യുന്ന സമയത്ത് ലീവ്സ് ആദ്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫ്ലവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിൽ ലീവ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ആ ഫ്ലവർ ചെയ്തിരിക്കുന്നത് കേട്ടോ.
പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഫ്രെയിം തിരിച്ച് പിടിച്ചൊക്കെ കൊടുക്കുക. അതായത് ഏത് സൈഡിൽ ഏത് ഡയറക്ഷനിലേക്ക് പിടിച്ചാലാണ് നമുക്ക് ചെയ്യാനായിട്ട് ഈസി ആവുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വേണം ഫ്രെയിം വെച്ച് കൊടുക്കാൻ കേട്ടോ. ഫ്രെയിം ഇടയ്ക്ക് ടേൺ ചെയ്യുവാണെങ്കിലും നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും. അതായത് ഒരു പൊസിഷനിൽ തന്നെ ഫ്രെയിം വെച്ചിട്ട് ചെയ്യണം എന്നില്ല, നമുക്ക് ചെയ്യാൻ ഈസിയുള്ള പോലെ ഫ്രെയിം മാറ്റി മാറ്റി വെച്ച് കൊടുക്കാം. ഞാൻ കുറേ ദിവസമായിട്ടാണ് എനിക്ക് വേണ്ടിയിട്ടൊരു ഗ്രീൻ സാരി വർക്ക് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഗ്രീൻ സാരി ഞാൻ എന്തായാലും എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു സാരിയാണ് കേട്ടോ. ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന സാരീസൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും. പക്ഷേ ഇതെന്തായാലും സെല് ചെയ്യാനായിട്ട് പ്ലാനില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്കൂളിലൊരു പ്രോഗ്രാം വരുന്നുണ്ട്, ഞങ്ങളുടെ കൾച്ചറൽ ഫെസ്റ്റാണ് പ്രയാൺ. അപ്പോൾ ഞാൻ ഗ്രീൻ ഹൗസിലാണുള്ളത്. അപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം ഗ്രീൻ സാരി കൊടുക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ സാരിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. എത്രത്തോളം പോസിബിളാണെന്ന് എനിക്കറിയില്ലെങ്കിലും മാക്സിമം ഞാൻ ഫിനിഷ് ചെയ്യാൻ നോക്കും. അതായത് നെക്സ്റ്റ് മന്ത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് എനിക്കിത് യൂസ് ചെയ്യാനുള്ളതാണ്. പക്ഷേ തീരുമെന്ന് അറിയില്ല, മാക്സിമം തീർത്ത് ഈ വർഷം സാരി ഉടുക്കണം എന്നുള്ള പ്ലാനിലിരിക്കുവാണ്. ഇതിൻ്റെ ബഡ്സിൻ്റെ പോർഷൻ ചെയ്യാനായിട്ട് ഞാൻ ഫെദർ സ്റ്റിച്ച് യൂസ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഞാനൊന്ന് ഫെദർ സ്റ്റിച്ച് നിങ്ങളെ കാണിച്ചു തരാം. ഒന്നുകൂടി സ്ലോ ആക്കി കാണിക്കുവാണ്, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ. ഈ ഫെദർ സ്റ്റിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമാട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഒരു ഏരിയ നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് കുറച്ച് ഒരു 6-7 സ്റ്റിച്ചസിൽ കൂടെ നമുക്കൊരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഫാസ്റ്റായിട്ട് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൽ നമുക്ക് ബഡ്സ് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. അതായത് ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ബഡ്സ് പോലെ ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ താഴത്തെ പോർഷൻ വരുന്ന ഭാഗം കേട്ടോ. ഞാൻ ഓരോ പ്രാവശ്യവും ഓരോ നൂല് യൂസ് ചെയ്തതിന് ശേഷം ടൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. എന്നുവെച്ചാൽ നമുക്കിത് പേഴ്സണലി യൂസ് ചെയ്യാനുള്ള സാരീസ് എല്ലാം ആയതുകൊണ്ട് അത് വിട്ടു പോകാതെ നോക്കണമല്ലോ. അപ്പം ഞാൻ ചെയ്യുന്ന ഹാൻഡ് എംബ്രോയ്ഡറി വർക്കിൽ ഞാൻ ഇതേപോലെ ടൈ ചെയ്യും. നോർമലി ഹാൻഡ് എംബ്രോയ്ഡറി വർക്കിൽ ടൈ ചെയ്യാതെ 2-3 പ്രാവശ്യം അത് കോർത്ത് എടുക്കുവാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പ്രൊസീജിയർ. പക്ഷേ ഞാൻ എപ്പോഴും പണ്ട് തൊട്ട് ഞാൻ ശീലിച്ചു പോയി ഇങ്ങനെ ടൈ ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുക. ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോ പോർഷൻസൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം അതായത് ഇതിൽ ഞാൻ എന്തൊക്കെ സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു ഫ്ലവറിൻ്റെ ബഡ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ബഡും നമ്മൾ സെയിം കാസ്റ്റ് ഓൺ സ്റ്റിച്ച് തന്നെ യൂസ് ചെയ്തിട്ട് 2 പെറ്റൽ മാത്രം ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ താഴെ ഗ്രീൻ കളർ കൂടി കൊടുത്താൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു ബഡാവും. പക്ഷേ നിങ്ങൾക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതായത് സ്റ്റിച്ച് സെയിം തന്നെ, നമ്മൾ ഫ്ലവർ ചെയ്യുന്ന സെയിം സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ബഡിലേക്ക് വരുമ്പോൾ അത് എത്ര പ്രാവശ്യം ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതും ഒന്നുകൂടി നിങ്ങളെ കാണിക്കുവാണ്. 6 strands ത്രെഡ് തന്നെയാണ് കേട്ടോ ബഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ 8 times ആണിത് ടേൺ ചെയ്തെടുക്കുന്നത്. ഞാനിത് ചെയ്യുന്ന സമയത്ത് ഒരു ടേണിങ് ഫ്രണ്ടിലേക്ക് കൂടെ വന്നു പോയി. അപ്പോൾ ഞാനതൊരു നീഡിൽ കൊണ്ട് എടുത്ത് കറക്റ്റ് ചെയ്തു. നീഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്ഷനൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. ഈ ഫ്ലവറിൻ്റെ ബഡ് ചെയ്യാനായിട്ട് ഡാർക്ക് കളർ ത്രെഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡാർക്ക് കളർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ലൈറ്റ് കളർ യൂസ് ചെയ്യാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഷെയ്ഡും എടുക്കാം കേട്ടോ. ഞാനപ്പോൾ വിചാരിച്ചു ഇതൊരു കളേഴ്സ് തമ്മിലൊരു ഭംഗി, ഒരു കോമ്പിനേഷൻ വന്നപ്പോൾ എനിക്ക് ഈ വേറെ കളറൊന്നും ഇതിൽ ആഡ് ചെയ്യാൻ തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഡാർക്ക് കളർ ത്രെഡ് തന്നെ ഈ ബഡ് ചെയ്യാനായിട്ടും എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഒത്തിരി എംബ്രോയ്ഡറി വർക്ക്സ് പിൻട്രസ്റ്റിലും യൂട്യൂബിലൊക്കെ നോക്കുവാണെങ്കിൽ കുറേ കളേഴ്സൊക്കെ അതിൽ യൂസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ചെയ്തൊരു വീഡിയോയിലും ഞാനൊരു 3-4 കളേഴ്സ് ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ ബഡിൻ്റെ താഴെ വരുന്ന പോർഷൻസ് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഫ്ലവറും പിന്നെ ലീവ്സും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് സ്റ്റെം സ്റ്റിച്ചാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഫ്ലൈ സ്റ്റിച്ച് കൊണ്ട് നമുക്ക് ഈ ബഡും സ്റ്റെമ്മും തമ്മിൽ കണക്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 6 strands ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഡാർക്ക് കളർ ത്രെഡ് എടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിട്ടിരിക്കും. ഞാനിവിടെ ഗ്രീനിൻ്റെ ഡാർക്കും ലൈറ്റും ത്രെഡ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വർക്ക് കാണാൻ ഒരു അട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് ആൻഡ് ഡാർക്ക് കളർ ത്രെഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും.
ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ നേരത്തെ ഒന്നുകൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഡിസൈൻ ചെയ്യുന്നത് ഞാൻ കുറച്ചുകൂടി സ്പീഡാക്കി കാണിക്കുവാണ് കേട്ടോ. സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റെമ്മിൻ്റെ പോർഷൻ ചെയ്യാം. അതേപോലെ ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് പെറ്റൽസ്, അതായത് നമ്മുടെ ലീഫിൻ്റെ ഓരോ പെറ്റൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഡിസൈൻ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വരച്ചെടുത്ത ഡിസൈനാണ്. അപ്പോൾ ഡിസൈനിൽ എവിടെയൊക്കെ ലീഫ് വേണം, അതേപോലെ സ്റ്റെം എങ്ങനെ വേണം, ബഡ്സ് എങ്ങനെ വേണം എന്നൊക്കെ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. അതനുസരിച്ചിട്ടാണ് ഞാനിത് ഡിസൈൻ വരച്ചെടുത്തത്. നമ്മൾ പിൻട്രസ്റ്റോ അല്ലെങ്കിൽ യൂട്യൂബോ നോക്കുകയാണെങ്കിൽ ഒത്തിരി ഇതേപോലത്തെ ഡിസൈൻസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻസൊക്കെ വരുത്തിയിട്ട് നമുക്ക് നമ്മുടേതായ ഡിസൈൻസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ശരിക്കും എനിക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് വീഡിയോ ചെയ്യാനാണ് ഇൻട്രസ്റ്റ്. പക്ഷേ ഇതേപോലത്തെ ഡിസൈൻസ് വരുമ്പോൾ നമ്മളൊരു 3 to 4 days എടുക്കും ഒരു ഡിസൈനൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഞാൻ ഈ വർക്കൊക്കെ ചെയ്യുന്നത് എനിക്ക് സ്കൂളിലെ ജോലി കഴിഞ്ഞ് ഈവനിങ് വീട്ടിൽ വന്നിട്ട് എനിക്ക് കിട്ടുന്ന കുറച്ച് സമയത്താണ് കേട്ടോ. അതുകൊണ്ടാണ് ചില സമയത്ത് വീഡിയോ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാതെ വരുന്നതൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച എന്തായാലും ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. ഒരു പോർഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റിച്ചസും നിങ്ങളെ കാണിച്ചതിന് ശേഷം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതല്ല ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാനാണെങ്കിൽ ഒത്തിരി ദിവസം പിന്നെയും കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ആദ്യം ഒന്ന് വർക്ക് ചെയ്യുന്ന വീഡിയോ കാണിക്കാം. അതിനുശേഷം കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ സാരിയിൽ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നൊന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. ബഡ്സ് ചെയ്യാനായിട്ട് ഞാൻ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. അതും 2 times ആണ് കേട്ടോ ടേൺ ചെയ്തെടുക്കുന്നത്. ഈ സാരിയുടെ മെറ്റീരിയൽ വരുന്നത് സിൽക്ക് ക്രേപ്പാണ്. നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. അതേപോലെ അത്യാവശ്യം തിക്നെസ് ഉണ്ട്, അതുകൊണ്ട് ട്രാൻസ്പെറൻറ്റും അല്ല. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് റിച്ച് ക്വാളിറ്റി ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് വേണ്ടി ഈ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ ചെയ്ത വീഡിയോയിലും ഇതിൻ്റെ പോലത്തെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വർക്ക് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ മെറ്റീരിയലിൽ വർക്ക് ചെയ്ത സാരിയൊക്കെ കാണാൻ ഉടുക്കുമ്പോഴും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അതായത് നമുക്കൊരു ഫങ്ഷണൽ വെയറായിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു ലുക്കിലേക്ക് നമുക്ക് സാരി കൊണ്ടുവരാനായിട്ട് സാധിക്കും. നെറ്റ് കോട്ട സാരി, സിൽക്കി കോട്ട സാരി എല്ലാം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഈസിയാണ്. നമുക്ക് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള സാരീസ് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് വർക്ക് ചെയ്താൽ നമുക്കതൊരു ഫങ്ഷണൽ വെയറായിട്ട് യൂസ് ചെയ്യാം. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ബഡ്സ് ചെയ്യാനായിട്ട് ക്രീം കളർ ത്രെഡ് യൂസ് ചെയ്യാമെന്നാണ്. പിന്നെ എനിക്കൊരു ലാവൻഡർ ഷെയ്ഡ് കിട്ടിയപ്പോൾ ഞാനതൊന്ന് വെച്ച് നോക്കി. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ഫ്ലവറിൻ്റെ ഷെയ്ഡായിട്ട് മാച്ചിങ് ആയിട്ടുള്ളൊരു കളർ യൂസ് ചെയ്താൽ ഭംഗിയായിരിക്കും എന്ന്. അതുകൊണ്ടാണ് ഞാൻ ആ ക്രീം ഷെയ്ഡിൻ്റെ നിന്ന് മാറിയിട്ട് ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് തന്നെ ബഡ്സിന് വേണ്ടി സെലക്ട് ചെയ്തത്. ഒത്തിരി പേര് ചോദിക്കുന്ന ഡൗട്ടാണ് എങ്ങനെയാണ് കളേഴ്സ് സെലക്ട് ചെയ്യുന്നത്, കളർ കോമ്പിനേഷൻ എങ്ങനെയാണ് നോക്കുന്നതെന്നൊക്കെ. ഈ ഒരു ഗ്രീൻ സാരിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത കളേഴ്സ് വേണ്ടാന്ന് ഞാൻ ആദ്യം മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ചിന്തിച്ച സമയത്താണ് എനിക്ക് ഈ ഒരു കളറിനെ കുറിച്ച് ഐഡിയ കിട്ടിയത് കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്താണ് പുതിയൊരു കളറിലേക്ക് എത്തുന്നത്. അതേപോലെ ഈ കളർ സാരിയിൽ വെച്ച് നോക്കിയിട്ട് അത് മാച്ചിങ് ആണോ എന്ന് കൂടി നോക്കും. അതിന് ശേഷമാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഗ്രീൻ സാരി ഓരോ ആംഗിളിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തും അതിൻ്റെ കളർ മാറി മാറി വരുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇത് നല്ല ഭംഗിയായിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ്. ചില സമയത്ത് ലൈറ്റ് കൂടുതൽ അടിക്കുന്നതും പിന്നെ ആ ടൈമിങ്ങിലെ വ്യത്യാസവും കൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഡിഫറെൻറ്റ് കളറായിട്ട് തോന്നുന്നതാണ് കേട്ടോ. ഒത്തിരി പേര് ത്രെഡിൻ്റെ നമ്പേഴ്സൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ത്രെഡിൻ്റെ നമ്പർ വേണ്ടവർക്ക് ഈ പോർഷനൊന്ന് കൂടുതൽ ശ്രദ്ധിച്ചാൽ ത്രെഡിൻ്റെ നമ്പറുകളെല്ലാം കിട്ടും. ഞാനപ്പോൾ ഓരോ വീഡിയോയിലും മാക്സിമം ഞാൻ ത്രെഡിൻ്റെ നമ്പേഴ്സൊക്കെ പറയാനായിട്ട് ശ്രമിക്കാറുണ്ട്. കണ്ടോ, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. അപ്പോൾ 256 വരുന്നുണ്ട്, 267, പിന്നെ 085. അപ്പോൾ ഓരോ ത്രെഡിനും ഓരോ നമ്പേഴ്സ്, ചിലത് ഷെയ്ഡ്സാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ ഏകദേശം അടുത്തടുത്ത നമ്പേഴ്സ് ആയിരിക്കും.
അപ്പോൾ ഞാൻ ഈ സാരി വർക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഈ നമ്പർ ഓർക്കും. അത് കഴിഞ്ഞും വേറെ കളേഴ്സ് എടുക്കുമ്പോൾ അതിൻ്റെ നമ്പറായിരിക്കും ഓർക്കുന്നത്. അപ്പോൾ ചിലർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഏത് കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. മാക്സിമം ഞാൻ എല്ലാ ത്രെഡിൻ്റെ നമ്പേഴ്സ് ആ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നമ്പർ കിട്ടും. ഇപ്പോൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ ഇതിൻ്റെ എല്ലാ നമ്പേഴ്സും നിങ്ങൾക്ക് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ സ്റ്റിച്ച് ചെയ്ത് നോക്കുക കേട്ടോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.